നമ്മുടെ ഷോറൂമിൽ ഇന്നിപ്പോൾ കൊണ്ടുവന്ന 2005 മോഡൽ മെർസിഡീസ് ബെൻസ് ആണ്. ഇ ക്ലാസ് വെഹിക്കിളാണ്. അന്ന് തലയെടുപ്പുള്ള ഒരു രാജാവായിരുന്നു ഈ ഒരു വാഹനം. നമ്മുടെ വല്യേട്ടൻ സിനിമയിൽ മമ്മൂക്ക തലയെടുപ്പോടുകൂടി അറക്കൽ മാധവനുണ്ണി എന്ന ക്യാരക്ടർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം അതേ തലയെടുപ്പോടുകൂടി നിന്നൊരു മെർസിഡീസ് ബെൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേ സീരീസിൻ്റെ ഒരു ബ്ലാക്ക് എഡിഷൻ മാത്രമാണിത്. അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് വന്നിരിക്കുന്നത് ഫുൾ ഒന്ന് റീസ്റ്റോർ ചെയ്തെടുക്കാനാണ്. പോളിഷ് ചെയ്ത് കോട്ടിംഗ് ഒക്കെ ചെയ്ത് ഒരു കുട്ടപ്പനാക്കി എടുക്കണം. അതാണ് നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത്. വാഹനത്തിൻ്റെ ആകെ രണ്ട് പാർട്സ് മാത്രമേ ഇപ്പോൾ പെയിൻറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൂ. ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും ആണ്. അല്ലാണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു ഏരിയാസിലൊക്കെ മുന്നേ പുറത്തുനിന്ന് ഇവിടുന്ന് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ഡിഫക്റ്റുകളും നമുക്ക് ബോഡിയിൽ കാണാനായിട്ട് സാധിക്കും. അത് ഞാൻ വാഹനത്തിൻ്റെ ഓരോ ഏരിയയും ക്ലോസ് ആയിട്ട് കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഇപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ഫ്രണ്ട് ടു ബാക്ക് ഒരു 360 വ്യൂ വാഹനത്തിൻ്റെ നിലവിലുള്ള അവസ്ഥ ഞാനൊന്ന് കാണിച്ചു തരാം. ഹെഡ് ലാമ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഹെഡ് ലാമ്പും അതുപോലെ സൈഡിലെ ലാമ്പ്സും. ആക്ച്വലി ഇത് ഹൈ ബീം ലോ ബീം എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ഹെഡ് ലാമ്പ്സ് ആണ് വരുന്നത്. 2 ഹെഡ് ലാമ്പ് യൂണിറ്റും നല്ല രീതിയിൽ തന്നെ യെല്ലോ ഷെയ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്രില്ലിൻ്റെ ക്രോം ഏരിയ കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ സ്പോട്ട് വന്ന് അതിൻ്റെ ആ ഒരു ഷൈനിങ് ഫീൽ എല്ലാം പോയിട്ടുണ്ട്. ഇപ്പോൾ ഡള്ളായിട്ടാണ് അതും ഇരിക്കുന്നത്. നമ്മുടെ ബോണറ്റ് നോക്കുന്ന സമയത്ത് ഒരുപാട് വാട്ടർ സ്പോട്ടും അതുപോലെ തന്നെ സ്റ്റെയിൻസും ബോണറ്റിലും കാണാനായിട്ട് സാധിക്കും. അത്യാവശ്യം വലിയൊരു ബോണറ്റാണ് ഈ ഒരു വാഹനത്തിന്. സോ നല്ല രീതിയിൽ കഷ്ടപ്പെടേണ്ട ഏരിയ ഉണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ ബോണറ്റിൽ. ഇത് ക്ലോസ് ആയിട്ട് നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് കറകളൊക്കെ തന്നെ ഇതിൻ്റെ ബോണറ്റിൽ പിടിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ആ ഒരു അഴുക്ക് പെയിൻറ്റിലേക്ക് ഇറങ്ങുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ വാഹനം നിൽക്കുന്നത്. ഫെൻഡർ നോക്കുന്ന സമയത്തും സെയിം തന്നെയാണ്. വാട്ടർ സ്പോട്ടിങ് ഒരുപാട് തന്നെ ഈ ഒരു വാഹനത്തിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ മാറ്റാനായിട്ടാണ് നമ്മളും ശ്രമിക്കുന്നത്. സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്കും അലോയിൽ യാതൊരുവിധ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫ്രണ്ടിൽ കാണുന്നില്ല. അത്യാവശ്യം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജെനുവിൻ ഫീൽ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. വളരെ മൈന്യൂട്ടായിട്ടുള്ള ലൈൻസൊക്കെ തന്നെ ഉള്ളൂ. അല്ലാണ്ട് ഭീകരമായിട്ടുള്ള സ്ക്രാച്ചസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഫ്രണ്ട് അലോയുടെ റൈറ്റ് സൈഡിൽ എന്തായാലും ഇല്ല. മിററും സെയിം തന്നെയാണ്. പെയിൻറ്റ് ഡള്ളായി പോയിട്ടുണ്ട്. വേറെ പൊട്ടലോ കാര്യങ്ങളോ ഒന്നും തന്നെ മിററിൻ്റെ ഏരിയയിലും കാണുന്നില്ല. അത്യാവശ്യം നമുക്കൊന്ന് പോളിഷ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് മിററും ഇരിക്കുന്നത്. പക്ഷേ ഫെൻഡറിൻ്റെ എഡ്ജിലോട്ടൊക്കെ തന്നെ ഈ കാണുന്ന സ്റ്റെയിൻസൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള സ്റ്റെയിൻസാണ്. നല്ല രീതിയിൽ ഡീപ്പ് ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്തെടുത്താൽ മാത്രമേ അതിനെ നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫ്രണ്ട് വിൻഷീൽഡിലും സെയിം തന്നെയാണ് സിറ്റുവേഷൻ. നല്ല രീതിയിൽ ആ കറകളൊക്കെ വന്നടിഞ്ഞ് അതിൻ്റെ ഒരു ഷൈനിങ് ഫീല് പോലും ആ ട്രാൻസ്പെറൻസി തന്നെ നല്ല രീതിയിൽ ഡള്ളായിട്ടുണ്ട്. വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസും അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ ഗ്ലാസ്സുകളും അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ പൊടിയൊക്കെ പിടിച്ച് മോശം അവസ്ഥയിലാണ് ഇരിക്കുന്നത്. 2005 മോഡൽ മെർസിഡീസ് ബെൻസ് ആണ്. ഇതേ സൺറൂഫ് ഉൾപ്പെടെ ഉള്ള മെർസിഡീസ് ബെൻസ് ആണ് കേട്ടോ. റൂഫിലേക്ക് നോക്കുകയാണെങ്കിലും അതേ രീതിയിൽ തന്നെ സ്റ്റെയിൻസൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡോറുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഡോറിൻ്റെ ഷേപ്പിനൊന്നും യാതൊരുവിധ ഡിഫക്റ്റുകളും കാണുന്നില്ല. പക്ഷേ ഡോറിലും സ്റ്റെയിനിൻ്റെ കാര്യത്തിൽ യാതൊരു കുറവുമില്ല. അത് നമ്മുടെ ഈ പറഞ്ഞ ബീഡിങ്ങിലൊക്കെ ആണെങ്കിൽ പോലും ആ സ്റ്റെയിൻസൊക്കെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ വാഹനത്തിൻ്റെ ബോഡിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വേറെ ഡോർ ഹാൻഡിലെ ക്രോമിനൊന്നും യാതൊരു പ്രശ്നങ്ങളും പൊട്ടലുകളും ഒന്നുമില്ല. അതിനൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തെടുത്താൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അല്ലാതെ ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് ഒക്കെ ഒരുപാട് നമുക്ക് ഈ ഡോറിലും ഒക്കെ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബാക്ക് ഡോറിലോട്ട് നോക്കുമ്പോഴത്തേക്കും അവിടെയും സിറ്റുവേഷൻ സെയിം തന്നെയാണ്. കറകളാണ് നമുക്ക് ഭീകരമായിട്ട് ഈ ഒരു വാഹനത്തിന് പ്രശ്നമായിട്ടുള്ളത്. പ്രത്യേകിച്ചും ബാഡ് ഡ്രോപ്സ് ആണ്. ബാഡ് ഡ്രോപ്പ് വാഹനത്തിൽ വീഴുമ്പോൾ അതിന് പുതിയ വാഹനമാണെങ്കിലും പഴയ വാഹനമാണെങ്കിലും നമ്മൾ ഉടനെ തന്നെ അത് വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അതിലെ ആസിഡ് കണ്ടൻറ്റ് തീർച്ചയായിട്ടും നമ്മളുടെ വാഹനത്തിൻ്റെ പെയിൻറ്റിനൊരു കൊറോഷൻ സംഭവിക്കുകയും അതവിടെ ഇരുന്ന് കറയായിട്ട് തന്നെ അത് പെർമനൻ്റ് ആയിട്ട് പെയിൻറ്റിലേക്ക് പടരുകയും ചെയ്യും. പിന്നെ അതിനെ കട്ട് ചെയ്ത് പോളിഷ് ചെയ്തെടുത്താൽ പോലും ചില സ്റ്റെയിൻസ് ഒന്നും 100% റിമൂവ് ചെയ്യാനും സാധിക്കത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് ഒരു വേസ്റ്റ് സിറ്റുവേഷനിലോട്ട് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ക്വാർട്ടർ പാനൽ നോക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റെയിൻസ് ആണ് ഈ ഒരു വാഹനത്തിന് പ്രധാനമായിട്ടൊരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ജെനുവിൻ പെയിൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഡോറിലോ അല്ലെങ്കിൽ ക്വാർട്ടർ പാനലോ ഒന്നും തന്നെ റീപെയിൻറ്റഡ് ആയിട്ട് തോന്നുന്നില്ല. പക്ഷേ നമ്മുടെ ബൂട്ട് ഡോറ് വന്നിട്ട് റീപെയിൻറ്റഡ് ആണ്. അത് അത്യാവശ്യം ക്ലോസ് ആയിട്ട് നോക്കിയാൽ നല്ല രീതിയിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. പെയിൻ്റൊക്കെ തന്നെ ക്രാക്ക് വീണിട്ടുണ്ട്. മാത്രമല്ല ഒരു ഓയി പെയിൻറ്റിൻ്റെ ഫീൽ ആക്ച്വലി ആ ഒരു ബൂട്ട് ഡോറിൻ്റെ ഏരിയയിലോട്ട് നമുക്ക് കിട്ടുന്നുമില്ല. പക്ഷേ അതിനെ ഡീറ്റെയിൽ ചെയ്ത് എടുക്കുമ്പോൾ നമുക്കൊരു പരിധിവരെ അത് റീസ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ബമ്പർ റിയറിലും നമ്മൾ റീപെയിൻറ്റഡ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെത്. അതിപ്പോൾ ആ ഒരു ഫ്രഷ്നെസ് കാണുമ്പോൾ തന്നെ അറിയാം. അത് പോളിഷ് ചെയ്യുമ്പോഴത്തേക്കും കുറേ കൂടി ബെറ്റർ ആക്കി എടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ടൈൽ ലാംപ്സിൻ്റെ സിറ്റുവേഷൻ നോക്കുമ്പോൾ നല്ല രീതിയിൽ വെതർ ക്രാക്ക് ബാധിച്ചിട്ടുണ്ട്. ഈ ഏരിയ ഒക്കെ തന്നെ പൊട്ടൽ വീണിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ വെയിലടിച്ച് ഹീറ്റായി അതിന് സംഭവിച്ചതാണ് ആ ഒരു വെതർ ക്രാക്കൊക്കെ തന്നെ. കാലപ്പഴക്കം കൊണ്ട് ഈ നമ്മുടെ ടെയിൽ ലാംപ്സിനും ഹെഡ് ലാംപ്സിനും ഒക്കെ തന്നെ എല്ലാ വാഹനങ്ങളിലും സംഭവിക്കാൻ സാധ്യതയുള്ള നാച്ചുറൽ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഈ പറഞ്ഞ വെതർ ക്രാക്ക് എന്ന് പറയുന്നത്. അത് നമുക്കൊരിക്കലും പോളിഷിങ്ങിലൂടെ 100% മാറ്റാൻ സാധിക്കില്ല. അതിനെ ഒന്നെങ്കിൽ ആ ഒരു യൂണിറ്റ് റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെയും ഫ്രണ്ട് ഹെഡ് ലാമ്പിൻ്റെയും ഒക്കെ
തന്നെ ഗ്ലാസ് മാത്രം ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മെത്തേഡ് ട്രൈ ചെയ്യേണ്ടി വരും. ഈ ഒരു സൈഡിൽ നോക്കുമ്പോഴും ക്വാർട്ടർ പാനലിൻ്റെ ഏരിയയിൽ കാര്യമായിട്ടുള്ള ബോഡി വർക്ക് അങ്ങനെ ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിൽ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. ഇതൊന്ന് ഡീപ് ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ബാക്ക് ഗ്ലാസ് ഒക്കെ തന്നെ ബാഡ് ഡ്രോപ്പ് കൊണ്ട് ഒരുപാട് അഴുക്കായിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ ഇനി ഡീപ് ക്ലീൻ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അലോയ്സിൻ്റെ കാര്യം ഈ ഒരു സൈഡിലെയും അലോയ്ക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ കാണുന്നില്ല. ഫ്രണ്ട് നമ്മൾ റൈറ്റ് സൈഡിൽ കണ്ടതുപോലെ തന്നെ അത്യാവശ്യം നീറ്റായിട്ടുള്ള അലോയ്സാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ കാണുന്നില്ല. ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം സ്ക്രാച്ചസ് ഒക്കെ തന്നെ കാണുന്നുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് പോളിഷിങ്ങിൽ മാറ്റാൻ പറ്റും. അത് വേറെ പ്രശ്നമുള്ള ഭീകരമായിട്ടുള്ള സ്ക്രാച്ചസ് അല്ല. ഇവിടെയും എന്തോ ഒരു കറ വീണിട്ട് അത് ബോഡിയിൽ നല്ല രീതിയിൽ ഡീപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതും നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്ത് റീസ്റ്റോർ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്നതിന് എത്ര % വരെ നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് ആക്ച്വലി ആ ഒരു വാഹനം വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴേ നമുക്കറിയാൻ പറ്റൂ. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വർക്കിനോടൊപ്പം തന്നെ തരുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഡോർ ബീഡിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് വെതർ സ്ട്രിപ്പിൻ്റെ ഒക്കെ ആ ഏരിയ ക്രാക്കായിട്ട് ഓൾറെഡി പോയിട്ടുണ്ട്. അതിൻ്റെ റബ്ബർ ബീഡിങ് ഒക്കെ തന്നെ പൊട്ടിപ്പോയതാണ്, കാലപ്പഴക്കം കൊണ്ട് പൊട്ടിപ്പോയതാണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ തന്നെ 20 ഇയേഴ്സിൻ്റെ ഏജിങ് ഉള്ളൊരു വാഹനമാണ്. 19 ഇയേഴ്സ് കഴിഞ്ഞ വാഹനമാണ് ഈ ഒരു വണ്ടി. അപ്പോൾ അതിൻ്റേതായ കാലപ്പഴക്കത്തിൻ്റേതായ പ്രശ്നങ്ങളാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നതൊക്കെ തന്നെ. ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് റീസ്റ്റോർ ചെയ്യേണ്ടി വരുന്നത് പ്രോബബ്ലി ഇതിൻ്റെ ഇൻറ്റീരിയർ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻറ്റീരിയർ കൂടി കാണിച്ചു തരാം. പഴയ മോഡൽ മെർസിഡീസിൻ്റെ ആ ഒരു പ്രൗഡി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബീച്ച് ഇൻറ്റീരിയറൊക്കെ തന്നെ ആയിരുന്നു. ആ ബീച്ച് ഇൻറ്റീരിയറിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ വാഹനത്തിൻ്റെ ബീച്ചിൻ്റെ കളറിലുണ്ടാകുന്ന മാറ്റമാണ്. ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ബീച്ച് ഷെയ്ഡൊക്കെ തന്നെ മാറി ഒരു യെല്ലോ ഷെയ്ഡിലോട്ട് മാറിയിട്ടുണ്ട്. മാത്രമല്ല സീറ്റിലൊക്കെ നല്ല രീതിയിൽ ബ്ലാക്ക് കളറിൽ കറകൾ പിടിച്ചിട്ടുണ്ട്. അത് സീറ്റിൽ മാത്രമല്ല കേട്ടോ, ഡാഷ്ബോർഡിൻ്റെ ഏരിയയിലൊക്കെ തന്നെ നല്ല രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു കറകൾ വന്ന് അടിഞ്ഞിട്ടുള്ളത്. താഴത്തെ ബീച്ച് ഏരിയയിൽ വരുന്നതിൻ്റെയൊക്കെ കളർ മാറി ഓൾമോസ്റ്റ് ഒരു യെല്ലോ ഷെയ്ഡ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ കൺസോളിൻ്റെ ഏരിയയിലോട്ട് നോക്കിയാലും സെയിം തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം തന്നെ നമ്മുടെ സ്പോഞ്ച് ഫീൽ വരുന്ന ക്ലോത്താണ്. അപ്പോൾ അവിടെയൊക്കെ തന്നെ നല്ല രീതിയിൽ കളർ ഷെയ്ഡ് മാറിയിട്ടുണ്ട്. അതൊക്കെ എത്രത്തോളം നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സീറ്റൊക്കെ തന്നെ ഇളക്കി വെച്ച് ആ ഒരു മെറ്റീരിയലൊക്കെ ഇളക്കി വാഷ് ചെയ്ത് തിരിച്ച് റീസെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഡോറിൻ്റെ ആംറസ്റ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചല്ലോ, അതിൻ്റെ ഒരു യെല്ലോ ഷെയ്ഡാണ് ആക്ച്വലി ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ തന്നെ ഡീപ്പ് ക്ലീൻ ചെയ്ത് നമ്മൾ മാക്സിമം റീസ്റ്റോർ ചെയ്തിട്ടായിരിക്കും ഈ വാഹനത്തിൻ്റെ ഫൈനൽ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് മുന്നേ ജസ്റ്റ് നിങ്ങൾക്ക് വാഹനത്തിൻ്റെ നിലവിലുള്ള സിറ്റുവേഷൻ എന്താണെന്നുള്ളത് വീഡിയോ ത്രൂ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. റിയർ സൈഡിലോട്ട് നോക്കുമ്പോഴും ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെയാണ് ബാക്കിലെയും അവസ്ഥ. ഈ ഒരു സീറ്റ്സിൻ്റെ ഒക്കെ തന്നെ സ്റ്റെയിൻസ് നല്ല രീതിയിൽ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടുണ്ട്. ബാക്ക് സീറ്റിൻ്റെ റെസ്റ്റിലും അതുപോലെ സീറ്റിലും ഫ്ലോറിലും ഒക്കെ തന്നെ നല്ല രീതിയിൽ സ്റ്റെയിൻസ് വന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ നമുക്ക് എന്തായാലും റീസ്റ്റോർ ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു മെർസിഡീസ് ബെൻസിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ മേ ബി നിങ്ങൾക്കൊരു സംശയം വന്നേക്കാം, കുറച്ച് കാലം ഉപയോഗിക്കാതെ മാറ്റിയിട്ട വാഹനമായതുകൊണ്ടുള്ള അഴുക്ക് മാത്രമാണ് ഇതൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് റെഡി ആയേക്കാമെന്ന്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പോൾ ഈ ഒരു വാഹനം വാഷ് ചെയ്യാൻ കൂടി പോവുകയാണ് നമ്മളെ ഷോറൂമിൽ. അപ്പോൾ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുമുള്ള ഇതിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളത് കൂടി ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു വീഡിയോയുടെ ഒപ്പം തന്നെ ആഡ് ചെയ്യുകയാണ്. വണ്ടിയുടെ ഇൻറ്റീരിയർ ഞാൻ ജസ്റ്റ് ഒരിക്കൽ കൂടെ ഒന്ന് കാണിക്കുന്നത്. സ്റ്റിയറിങ്ങിൻ്റെയൊക്കെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ, ഫുൾ ആ ഒരു സ്റ്റെയിൻ വന്നിട്ട് ബീച്ച് കളറായിരുന്ന സ്റ്റിയറിങ്ങിൻ്റെ കളറാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഓൾമോസ്റ്റ് ബ്ലാക്ക് കളറായിട്ടുണ്ട്. സെയിം തന്നെയാണ് മേളിലോട്ട് ഡാഷിൻ്റെ ഏരിയയിലോട്ടൊക്കെ നോക്കുന്ന സമയത്തും ഓൾമോസ്റ്റ് അതേ രീതിയിൽ തന്നെ ആ കളർ ഷെയ്ഡൊക്കെ മാറിയിട്ടുണ്ട്, അഴുക്കൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, ആ കംപ്ലീറ്റ് ബീച്ച് കളർ എന്നുള്ള ആ ഒരു എഫക്റ്റേ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ആ ഒരു കറയുടെ എഫക്റ്റാണ് ഇപ്പോൾ കൂടുതലായിട്ട് എടുത്ത് കാണുന്നത്. പിന്നെ ഞാൻ നിർത്തിയ സമയത്ത് പറഞ്ഞിരുന്നു വണ്ടി വാഷ് ചെയ്തതിന് ശേഷം എന്താണ് എന്നുള്ളത് ഞാൻ കാണിക്കാമെന്ന്. വാഷ് ചെയ്ത് കഴിഞ്ഞ വാഹനത്തിൻ്റെ ഗ്ലാസ് ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഉള്ളിൽ വണ്ടിയുടെ ഉള്ളിലിരുന്നും കൊണ്ടുള്ള ഒരു വ്യൂ ആണ് ആക്ച്വലി ഇപ്പോൾ ഈ കാണുന്നത്. ഫുള്ള് കറയാണ്. അത് ഗ്ലാസ്സിൽ നോർമൽ വാഷോ ഷാമ്പൂ വാഷോ കൊണ്ട് ക്ലിയർ ആകാത്തതാണ്. ഇനി ഗ്ലാസ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാത്രമേ അത് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ വണ്ടി വാഷ് ചെയ്തതിന് ശേഷമുള്ളൊരു ഇത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ എടുത്ത സമയത്താണ് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അതുകൊണ്ടാണ് വണ്ടിയുടെ അകത്ത് നിന്നുള്ള വീഡിയോ എടുത്തത്. ഞാൻ ഇനി വണ്ടിയുടെ പുറത്ത് നിന്നുള്ള വ്യൂ കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതേ വണ്ടി നല്ല രീതിയിൽ തന്നെ ഡീപ്പായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്തതിന് ശേഷമുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരെ ബോണറ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണത്. ബോണറ്റിൻ്റെയൊക്കെ ആ ഒരു മാറ്റ് ഫിനിഷ് എന്നുള്ള രീതിയിലുള്ള ഒരു എഫക്റ്റ് ഉണ്ടോ, ഫുൾ ഹെയർലൈൻ ആയിട്ടുള്ള ഒരു വെബ് കണക്കിന് ഇതേ ഒരു ഗ്രെയിൻസാണ് ബോണറ്റ് മൊത്തം. അതായത് നമ്മുടെ ഈ ചിലന്തി വരെയൊക്കെ വരുമല്ലോ, അതുപോലത്തെ രീതിയിലാണ് ഇപ്പം നിലവിൽ ബോണറ്റ് കിടക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റീസ്റ്റോർ ചെയ്ത് എടുക്കാൻ പറ്റും, അത് ഉറപ്പായ കാര്യമാണ്. പക്ഷേ വാഷ് ചെയ്തിരുന്നു എങ്കിൽ വണ്ടി വൃത്തിയാകും എന്നുള്ള രീതിയിലൊരു കമൻറ്റ് വരികയാണെങ്കിൽ
ആ ഒരു കമൻറ്റിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഫുൾ ബോഡി ഇപ്പോൾ തന്നെ വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്നുകൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ നല്ല രീതിയിൽ പെയിൻറ്റിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിയ കറകൾക്ക് യാതൊരുവിധ മാറ്റവും സംഭവിച്ചിട്ടില്ല. അത് ഈ സൈഡിൽ ആ ഒരു കറയുണ്ട്. ഗ്ലാസ്സിലുള്ളതൊക്കെ ഞാനിപ്പോൾ തൊട്ട് മുന്നേ കാണിച്ചിരുന്നല്ലോ, ഫുള്ള് പാച്ചസാണ്. ഫുൾ വാട്ടർ സ്പോട്ടൊക്കെ പിടിച്ച് ഫുള്ള് പാച്ചസാണ് ഈ ഒരു ഗ്ലാസ് കംപ്ലീറ്റ്. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വിസിബിളാണ്, പക്ഷേ ഉള്ളിൽ നിന്നുള്ള വ്യൂ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഫെൻഡറിൻ്റെ സൈഡിലുള്ള ആ ഒരു കറയുടെ അത് കാണിച്ചിട്ടുണ്ട്. റൂഫിലും വലിയ മാറ്റമൊന്നും തന്നെ ഇല്ല, അഴുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറിയെന്നേ ഉള്ളൂ. എങ്കിലും ആ പെയിൻറ്റിൻ്റെ ഡൾനെസ് ഒക്കെ അതുപോലെ നിൽക്കുന്നുണ്ട്. ക്വാർട്ടർ പാനലിൻ്റെ അവസ്ഥയും സെയിം തന്നെയാണ്. ആ ഹെയർലൈൻ സ്ക്രാച്ചസ് ഒക്കെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് വന്നു പോയി. ഇത് ബൂട്ട് ഡോറിൻ്റെയൊക്കെ ഏരിയ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ പാച്ചസ് ഒന്നും തന്നെ യാതൊരുവിധ മാറ്റവും നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടും വന്നിട്ടില്ല. പെയിൻറ്റ് കറക്ഷൻ ചെയ്താൽ മാത്രമേ അത് കറക്റ്റ് ആവത്തുള്ളൂ. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ക്വാർട്ടർ പാനലിൻ്റെ മേൽവശത്ത് എന്താ ഈ കാണുന്ന ലൈൻസൊക്കെ തന്നെ കറകളാണ് ആക്ച്വലി. അതിനൊന്നും തന്നെ യാതൊരുവിധ മാറ്റങ്ങളും വണ്ടി ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വന്നിട്ടില്ല. അപ്പോൾ ഡീപ്പ് ക്ലീൻ ചെയ്തിരുന്നെങ്കിൽ മാറും എന്നുള്ളതല്ല, ഇതിനെ പെയിൻറ്റ് കറക്ഷൻ ഡീപ്പായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയൊരു ജീവൻ ആക്ച്വലി ഈ വാഹനത്തിൻ്റെ ബോഡിക്ക് നൽകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമ്മൾക്ക് ഈ ഒരു മെഴ്സിഡീസ് ബെൻസിൻ്റെ നിലവിലുള്ള കണ്ടീഷൻ എന്നുള്ള രീതിയിൽ പറയാനായിട്ട് ആകെയുള്ളത്. പക്ഷേ ഒരു കാര്യം, ഇനി എന്തൊക്കെ ഒരു പാച്ചസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഒക്കെ വാഷ് ചെയ്ത് വണ്ടി ദൂരക്കാഴ്ചയിൽ കണ്ടു കഴിഞ്ഞാൽ ആ തലയെടുപ്പും പ്രൗഡിയും അത് വേറെ ലെവൽ തന്നെയാണ്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് വീണ്ടും വർക്കിനൊരു വണ്ടി വന്നിട്ടുണ്ട്. ഇതേ തൊട്ടടുത്ത് കിടക്കുന്ന റെനോ ഡസ്റ്ററാണ്. 2017 മോഡലാണ്. ഇത് ഫുൾ ബോഡി നമുക്കൊന്ന് ഡീപ്പായിട്ട് പെയിൻറ്റ് കറക്ഷനൊക്കെ ചെയ്ത് ഡീറ്റെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കസ്റ്റമർ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. പക്ഷേ 2017 ആണെങ്കിലും വണ്ടി ഇന്നും നല്ലൊരു മിൻ കണ്ടീഷനിൽ തന്നെ അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ട്. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ റെനോ ഡസ്റ്ററിൻ്റെ ഒരു ഹാർഡ് കോർ ഫാനാണ്. ബിക്കോസ് ഈ കിടക്കുന്നത് എൻ്റെ വണ്ടിയാണ്, ഒന്ന് ഡീറ്റെയിൽ ചെയ്യണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അങ്ങനെ നേരെ നമ്മുടെ ഷോറൂമിൽ കയറ്റിയിട്ടുണ്ട്. ഡീറ്റെയിലിംഗ് ഇൻ ദ സെൻസ് ബോഡിയുടെ മാത്രമല്ല, ചെറിയ ചെറിയ ആക്സസറീസിൻ്റെ കസ്റ്റമൈസേഷൻ ഇപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ വീഡിയോസ് ഞാൻ ഉടൻ തന്നെ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് തന്നെ കാണിച്ചു തരാം. എന്തായാലും ഇതിൻ്റെ വീഡിയോയും ഉടനെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. നിലവിൽ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻഡ് ആണ്. അധികം വാട്ടർ മാർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ബോഡിയൊക്കെ തന്നെ സെയിം സ്ട്രക്ചറിൽ തന്നെ മെയിൻറ്റെയിൻഡ് ആണ്. അപ്പോൾ ഡീറ്റെയിൽ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ക്രിസ്റ്റൽ ക്ലിയർ ബോഡിയാക്കി മാറ്റാൻ പറ്റും എന്നുള്ളത് 100% ഷ്യൂറിറ്റി ഉള്ളൊരു വാഹനമാണ് ഇത് ഈ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ക്രിസ്മസ് രാവായ 25-ാം തീയതി വെളുപ്പാങ്കാലം 12 മണിക്ക് ടീം സിയോണിന് പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ബെൻസിൻ്റെ മറ്റ് വീഡിയോസൊക്കെ ഉടനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുവരേക്കും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കാരണം കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അത് നമ്മളുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.